ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഓൾമോസ്റ്റ് ലാസ്റ്റ് സെക്ഷനിലേക്ക് കിടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് പറഞ്ഞു. മെറ്റീരിയൽസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 3 ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിനനുസരിച്ചിട്ട് മെറ്റീരിയൽസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയായിട്ട്? പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഇനി ഇതൊക്കെ എന്താണെന്ന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഈസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പാരാമാഗ്നറ്റിസം. എന്താണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് സസെപ്റ്റബിലിറ്റി. കൈ എന്ന് പറയുന്നത് എന്താ? സസെപ്റ്റബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. എന്താ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ സസെപ്റ്റബിലിറ്റി പറയുന്നത്? കൈയം മീൻസ് സ്മോൾ ആൻഡ് പോസിറ്റീവ്. അപ്പം ഇറ്റ് ഈസ് ബിറ്റ്വീൻ 0 and 1. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സ്മോൾ വരുന്നത് ലെസ് ദാൻ 1 ഉള്ള കേസിലാണ് സ്മോൾ പറഞ്ഞത് അവിടെ. അപ്പം കൈയം മീൻസ് സ്മോൾ ആൻഡ് പോസിറ്റീവ്. ആൻഡ് പെർമിയബിലിറ്റി ഈസ് അടുത്തത് മ്യൂ. പെർമിയബിലിറ്റി ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദി പെർമിയബിലിറ്റി ഓഫ് ദി ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസിൻ്റെ പെർമിയബിലിറ്റിയേക്കാൾ പെർമിയബിലിറ്റി എന്താണ്? കൂടുതൽ. നമ്മൾ ഇതെങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയോ? പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് മൂന്നിനും ഇതേ കാര്യങ്ങളാണ് വരിക, ഇതേ പോയിൻറ്റ്സ്. അപ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കാം. ഡയാമാഗ്നറ്റിക് ആകുമ്പോൾ കൈയ്യുമ്പോൾ നെഗറ്റീവ് ആവും. ഓക്കെ, അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം. ഇനി അപ്പം ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? സസെപ്റ്റബിലിറ്റി ഈസ് സ്മോൾ ആൻഡ് പോസിറ്റീവ്. പിന്നെ പെർമിയബിലിറ്റി ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ഫ്രീ സ്പേസ്. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, നോൺ സീറോ മാഗ്നറ്റിക് മൊമെൻറ്റ്. അതായത് ഈ പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കേസിൽ നോൺ സീറോ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. ആ നോൺ സീറോ മാഗ്നറ്റിക് മൊമെൻ്റ് വരാൻ കാരണം സ്പിന്നും അതേപോലെ ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ, സ്പിന്നും ഓർബിറ്റൽ മോഷൻ ഓഫ് ദി ഇലക്ട്രോണും നമ്മൾ ക്യാൻസലായി പോകും. അതുകൊണ്ടാണ് എന്താവുന്നത്? മാഗ്നറ്റിക് മൊമെൻറ്റ് സീറോ ആവുന്നത്. സ്പിൻ ആൻഡ് എന്ത് സീറോ ആയി പോകും? Spin and orbital motion of the electron cancel each other, so paramagnetic material have non-zero magnetic moment. Okay, ഇനി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഈ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്താക്കാൻ പറ്റും? മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ജനറലായിട്ട് ഇങ്ങനെ എഴുതാം, മാഗ്നറ്റൈസേഷൻ. M എന്താ? മാഗ്നറ്റൈസേഷൻ M ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഇൻഡക്ഷൻ B ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ T. ഓക്കെ, ഇനി പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? അലൂമിനിയം, പിന്നെ ക്രോമിയം, കാൽസ്യം, മാംഗനീസ്, മഗ്നീഷ്യം, പ്ലാറ്റിനം, അതേപോലെ ലിക്വിഡ് ഓക്സിജൻ. ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിളായി വരുന്നത്? പാരാമാഗ്നറ്റിസത്തിന് എക്സാമ്പിളായി വരുന്നത്. എന്തൊക്കെയാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിൾ? അതൊക്കെയാണ് അലൂമിനിയം, ക്രോമിയം, കാൽസ്യം, മാംഗനീസ്, മഗ്നീഷ്യം, പ്ലാറ്റിനം, ക്രോമിയം, ലിക്വിഡ് ഓക്സിജൻ ആണ് ഇതിന് എക്സാമ്പിളായി വരുന്നത്. ഇനി ഇതിൻ്റെ ഡൈപോളിനെ പറ്റി പറയുകയാണെങ്കിൽ, ആറ്റോമിക് ഡൈപോൾസ് ആർ ഫ്രീ ടു ബി ഓറിയൻറ്റ് അണ്ടർ ദ ആക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡൈപോൾസിന് എന്താണ്? ഡൈപോൾസ് ഫ്രീ ടു ഓറിയൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ അതിനനുസരിച്ച് ഇതിന് ഓറിയൻറ്റേഷൻ നടക്കും. ഇതിൻ്റെ ഡൈപോൾസിൻ്റെ ഓറിയൻറ്റേഷൻ നടക്കും. അതെങ്ങനെയാവാം? ഇറ്റ് മേ ബി അലൈൻ പാരലൽ ടു ദ ഫീൽഡ് ഓർ ആൻറ്റി പാരലൽ ടു ദ ഫീൽഡ്. ഫീൽഡിന് പാരലലായിട്ടാവാം അല്ലെങ്കിൽ ആൻറ്റി പാരലലായിട്ടാവാം. ഓക്കെ, വി അസ്യൂം ദാറ്റ് ദി ഡൈപോൾ വിൽ ബി ഐദർ aligned parallel to the field or anti-parallel to the field. നമ്മൾ അതിൻ്റെ ഒരു എക്സ്പ്രഷനിലേക്ക് എടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഒരു ഡെറിവേഷൻ ഒന്നും പറയുന്നില്ല, ജനറലായിട്ട് ഒരു എക്സ്പ്രഷൻ നിങ്ങൾ പഠിക്കുക. അതിൻ്റെ ഡെറിവേഷനൊന്നും ഇവിടെ ആവശ്യമില്ല, ജസ്റ്റ് ഇതൊന്നും കാണാതെ പഠിച്ചേക്കാം കേട്ടോ. മാഗ്നറ്റൈസേഷൻ്റെ ഒരു എക്സ്പ്രഷനാണ് പറയുന്നത്. M is equal to NPm²B/3kT. PM എന്താ? അറ്റോമിക് ഡൈപോൾ മൊമെൻറ്റ്. N എന്താ? നമ്പർ ഓഫ് ഡൈപോൾസ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ ക്യാപിറ്റൽ M എന്ന് പറയുന്നത് എന്താ? M = NPm²B/3kT. KT എന്താ? ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റൻറ്റ്, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, N, B ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പുതിയൊരു ടേം എന്ന് പറയുന്നത് PM ആണ്. PM എന്ന് പറയുന്നത് അറ്റോമിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. ഓക്കെ, ഇനി ബിക്ക് നമുക്കറിയാം B = μ0H ആണെന്നറിയാം.
ഇനി ആ μ0h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ആ എച്ചിനെ അടുത്ത സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്താവും, m/h = n pm²μ0/3kT എന്ന് വരും. ഇത് നമുക്ക് എന്ത് കിട്ടും, m/h എന്താ, കയ്യം. സസെപ്റ്റബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇതിനെയാണ് ക്യൂരീസ് ലോ എന്ന് പറയുന്നത്. സസെപ്റ്റബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതിനെയാണ് എന്ത് പറയുന്നത്, ക്യൂരീസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഇതിൻ്റെ 2 ഗ്രാഫാണ്. മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റൈസേഷനും എച്ചും തമ്മിലുള്ള വേരിയേഷനും ഫീൽഡും തമ്മിലുള്ള വേരിയേഷനും, അതേപോലെ കയ്യമ്മും ടെമ്പറേച്ചർ. ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. കയ്യം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/t ആണ്. അതാണ് ആ ഗ്രാഫ് ഇങ്ങനെ. ഇത് എം ലീനിയർ വേരിയേഷൻ, എം പ്രൊപ്പോർഷണൽ ടു എച്ച് അല്ലേ, എം പ്രൊപ്പോർഷണൽ ടു എച്ച് ആണ്. അതാണ് ഈ ഗ്രാഫ് ഇങ്ങനെ. ഓക്കെ, ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയാമാഗ്നറ്റിസം ആണ്. നമ്മളിനി പാരാമാഗ്നറ്റിസത്തിൽ പറഞ്ഞപ്പോൾ തന്നെ ഡയാമാഗ്നറ്റിസത്തിൻ്റെ കേസിൽ ഫസ്റ്റ് സസെപ്റ്റബിലിറ്റിയാണ് പറയുന്നത്. സസെപ്റ്റബിലിറ്റി കയ്യം ഈസ് നെഗറ്റീവാണ്. മറ്റേതിൻ്റെ കേസിൽ എന്താ, സ്മോൾ ആൻഡ് പോസിറ്റീവാണ്. ഇവിടെ കയ്യം ഈസ് നെഗറ്റീവ്. സെക്കൻഡ് പോയിൻറ്റ്, ഇറ്റ് ഈസ് അബൌട്ട് ദ പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി ഈസ് ലെസ് ദാൻ μ0. മറ്റേത് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ μ0 ആണ്, ഇത് ലെസ് ദാൻ μ0 ആണ്. പിന്നെ പറയുന്നത് മറ്റേത് നോൺ സീറോ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. ഇവിടെ നോ മാഗ്നറ്റിക് മൊമെൻ്റ് ഓഫ് ദെയർ ഓൺ. ഇവിടെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് അതിൻ്റേതായിട്ടൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഒന്നുമില്ല. അത് ഫീൽഡ് ലൈൻസിനൊക്കെ എക്സ്പെൽ ചെയ്യുകയാണ് ചെയ്യുക. ഒരു മാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക, ഇഫ് ദ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് മാഗ്നറ്റൈസ്ഡ് ദേ എക്സ്പെൽഡ് ദ ഫീൽഡ് ലൈൻസ്. മറ്റേത് എന്താ, ഡൈപോൾസ് വിൽ ഓറിയൻറ്റ് എറൗണ്ട് ദ ഡയറക്ഷൻ ഓഫ് ദി ഫീൽഡാണ്. ഓക്കെ, ഈ ഒരു ഡയാമാഗ്നറ്റിസം എന്ന് പറയുന്നത് എല്ലാ മെറ്റീരിയലിനുള്ളൊരു ഒരു പ്രോപ്പർട്ടിയാണ് ഡയാമാഗ്നറ്റിസം. പക്ഷേ എല്ലാ മെറ്റീരിയലും ഡയാമാഗ്നറ്റിക്കായി കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? പാരാമാഗ്നറ്റിക് മെറ്റീരിയലിലും ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലൊക്കെ സ്ട്രോങ് ഇൻട്രൻസിക് മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. എന്താണുള്ളത്, സ്ട്രോങ് ഇൻട്രൻസിക് മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. എന്തിനൊക്കെ, പാരാമാഗ്നറ്റിക്കിനും ഫെറോമാഗ്നറ്റിക്കിനൊക്കെ. അപ്പം അത് ഇതിനേക്കാൾ കൂടുതൽ വരുന്ന സമയത്ത് ആ ഡയാമാഗ്നറ്റിക് ബിഹേവിയർ അവിടെ ഹൈഡ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ആക്ച്വലി ഡയാമാഗ്നറ്റിസം ഈസ് ആൻ property of all atom, but it is masked by strong intrinsic magnetic moment of the paramagnetic and ferromagnetic material. Okay, ഇനി അടുത്ത വരുന്നത് ഈ ഫീൽഡ് ലൈൻസിനെ എക്സ്പെൽ ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. ഇനി എന്താ പറഞ്ഞത്, ഇനി മാഗ്നറ്റിക് മൊമെൻറ്റ്, ഇത് മാഗ്നറ്റിക് മെറ്റീരിയൽ എന്തിലാണ് പ്ലേസ് ചെയ്യുന്നത്, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദി, എന്തിലാണ് പ്ലേസ് ചെയ്യുന്നത്, നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് മൂവ്സ് ഫ്രം സ്ട്രോങ്ങർ ടു വീക്കർ ഫീൽഡ്. ഒരു സ്ട്രോങ് ഫീൽഡിൽ നിന്ന് വീക്ക് ഫീൽഡിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് സിമിലർ ടു സബ്സ്റ്റൻസ് ഇൻ നോൺ പോളാർ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നോൺ പോളാർ സബ്സ്റ്റൻസിന് സിമിലർ ആയിട്ടാണ് എന്ത് ആക്ട് ചെയ്യുന്നത്, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആക്ട് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രോങ്ങർ ഫീൽഡിൽ നിന്ന് വീക്കർ ഫീൽഡിലേക്ക് മൂവ് ചെയ്യുന്ന പറയുന്നത്. ഇനി ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിളായിട്ട് പറയുന്നത് എന്തൊക്കെയാണ്, ബിസ്മത്ത്, കാഡ്മിയം, കോപ്പർ, പിന്നെ ജെർമേനിയം, പിന്നെ ഹീലിയം, ഗോൾഡ്, പിന്നെ ലെഡ്, സിങ്ക്, സോഡിയം ക്ലോറൈഡ്, വാട്ടർ, ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിളായി പറയുന്നത്, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിളായി പറയുന്നത്. എന്തൊക്കെയാണ് ഡയാമാഗ്നറ്റിക് എക്സാമ്പിളായി പറയുന്നത്, ഏതൊക്കെ മെറ്റീരിയൽസാണ്, ബിസ്മത്ത്, കാഡ്മിയം, കോപ്പർ, ജെർമേനിയം, ഹീലിയം, ഗോൾഡ്, ലെഡ്, സിങ്ക്, സോഡിയം ക്ലോറൈഡ്, വാട്ടറൊക്കെയാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൽ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഡയാമാഗ്നറ്റിക് എക്സ്പെല്ലിന് നോ മാഗ്നറ്റിക് മൊമെൻറ്റ് പ്രോസസ്സ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതെന്തുകൊണ്ടാണ്, പിന്നെ അവിടെ എന്താ നടക്കുന്നതെന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ അതിലുണ്ടാകുന്ന ഫീൽഡിനേക്ക് അത് എക്സ്പെൽ ചെയ്ത് കളയും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ടു ദ ആറ്റം, ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇവിടെ നമ്മളെന്താ എക്സ്പെൽ ചെയ്യും. ആ എക്സ്പെൽ ചെയ്യുമെന്ന് പറഞ്ഞു ഓൾറെഡി മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ നമ്മൾ പുറത്തുനിന്നൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരു
ഫാരഡേസ് ഇൻഡക്ഷൻ പറഞ്ഞില്ലേ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ പറഞ്ഞല്ലോ, അതനുസരിച്ചൊരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇവിടെ ജനറേറ്റ് ചെയ്യും. ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഓർബിറ്റൽ ഇലക്ട്രോൺസിനെ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യിപ്പിക്കും. ഓർബിറ്റൽ ഇലക്ട്രോൺസിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യും. അത് കാരണം എന്തുണ്ടാവും അവിടെ? ഇൻഡ്യൂസസ് എ ഡൈപോൾ മൊമെൻറ്റ്. ഓർബിറ്റൽ ഇലക്ട്രോണിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താവും? ഒരു ഡൈപോൾ മൊമെൻറ്റ് ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് എന്താണ്? ആ കാരണം അവിടെ ആ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ സാധാരണ ടെമ്പറേച്ചർ വേരിയേഷനൊക്കെ അനുസരിച്ച് ഡൈപോൾ മൊമെൻറ്റ് ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന വൈബ്രേഷൻ അനുസരിച്ചൊക്കെ നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ഓറിയൻറ്റ് ചെയ്യുമല്ലോ സാധാരണ കേസിൽ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഡൈപോൾ മൊമെൻറ്റ് ആയതുകൊണ്ട് തന്നെ അത് തെർമൽ വൈബ്രേഷനെയോ അതുപോലെ തന്നെ നമ്മൾ വേറെ എന്താ ആറ്റത്തിൻ്റെ ഓറിയൻറ്റേഷനെയൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടി. നമ്മളെ ഫസ്റ്റ് കേസിൽ എന്താ എം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണ്. പക്ഷേ ഇവിടെ എന്താണ്? എം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടി ആണ്. അപ്പോൾ നമ്മളെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? എം ടെമ്പറേച്ചറിൽ എന്ത് വേരിയേഷൻ വന്നാലും സസെപ്റ്റിബിലിറ്റി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിട്ട് മൂവ് ചെയ്യുകയേ ചെയ്യുള്ളൂ. ഓക്കെ.